ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറേ നാൾക്ക് ശേഷം ഇന്നൊരു മീൻ അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനെങ്ങനെ മീൻ അച്ചാർ ഉണ്ടാക്കുന്നത്. എനിക്ക് പെട്ടെന്നാണ്. ഇത് ഇഞ്ചി ഉള്ളിയൊക്കെ ഞാൻ നേരത്തെ പൊളിച്ചു വെച്ചിരുന്നു. ഇന്ന് ജസ്റ്റ് അരിഞ്ഞു ഫ്രഷായിട്ട്. പിന്നെ മീൻ ഇത് വൈറ്റ് ട്യൂണയാണ്. വൈറ്റ് ട്യൂണ കഴിഞ്ഞ ദിവസം നല്ലത് കിട്ടി. അങ്ങനെ വൈറ്റ് ട്യൂണ കുഞ്ഞായിട്ട് അവർ തന്നെ അരിഞ്ഞു തന്നു. അത് ഇന്ന് കഴുകി പാല വെച്ചിട്ട് ഉപ്പും മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു നാരങ്ങയും പിഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കുരുമുളക് പൊടിയും ഇട്ട് പുരട്ടി ഒരു 3/4 മണിക്കൂറോളം ഞാൻ വെച്ചിരുന്നു. അതിന് ശേഷം ഇനി ഇത് എയർ ഫ്രയറിലാണ് വറക്കുന്നത്, അല്ലാതെ എണ്ണയ്ക്കകത്തല്ല. എത്രയും എണ്ണ കുറച്ച് ഉപയോഗിക്കാനുള്ള ഇതാ നോക്കുന്നത്. ഞാൻ ലാസ്റ്റ് ടൈം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി, അത് സക്സസ് ആയതിനു ശേഷമാണ്. അപ്പം ഞാനിങ്ങനെ പലരും എന്നോട് ചോദിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന്. അതാണ് ഇപ്പം നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയത് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് എരിയുള്ള ചില്ലി പൗഡർ. നമ്മുടെ ഉലുവാപ്പൊടി, നല്ലെണ്ണ, വിനാഗിരി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായം, ഇത്ര സാധനം മാത്രം മതി. അപ്പം നമുക്ക് തുടങ്ങാം. എയർ ഫ്രയർ വെച്ചാണല്ലോ നമ്മൾ മീൻ വറക്കുന്നത്. അപ്പം അതിന് വേണ്ടി എയർ ഫ്രയർ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു. അതിന് തൊട്ട് മുമ്പായി തന്നെ കുറച്ച് മീനെടുത്ത് അതിൻ്റെ അകത്ത് വെക്കാൻ സൗകര്യം. എയർ ഫ്രയർ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാണ്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പുറം തിരിച്ചു മറിച്ചിടാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മാത്രം മതി. ഒന്നുകൂടൊന്ന് ഫ്രൈ ആയിക്കോട്ടെ. ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായം ഇതെല്ലാം ചേർത്തു നല്ലതായിട്ട് വഴന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓഫ് ചെയ്തായിരുന്നു കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടൊന്ന് നല്ലതായിട്ട് മസാലയെല്ലാം നല്ലതായിട്ട് മൂത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നല്ലതായിട്ട് മസാല മൂത്ത് കഴിഞ്ഞ് ഓഫ് ചെയ്തിടുക. ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് നമ്മുടെ മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലിട്ടിടുക. ഉപ്പൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും, മസാലയ്ക്ക് ഉപ്പുണ്ടോയെന്ന്. മീൻ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നത് മസാലയിലേക്ക് ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് മസാല നല്ലതായിട്ട് അതേ പിടിക്കണം. ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കായം, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത്രയും ഇട്ട് ഒന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ചൂടാക്കുക. ഒന്നുകൂടെ ഒന്ന് നല്ലതായിട്ടൊന്ന് മസാല ഒന്ന് പിടിക്കട്ടെ. അത് കഴിഞ്ഞ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സ്വല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീനച്ചാർ ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു മീനും നമുക്ക്